ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പൊറോട്ടയാണ് തയ്യാറാക്കാൻ പോണത്. അത് എഗ്ഗും പിന്നെ വെജിറ്റബിളും കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ 2 എഗ്ഗ് മിക്സിയിൽ ബീറ്റ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചതാണ്. 2 ഉണ്ട് ഫുള്ള്. പിന്നെ ഇതിലേക്ക് പാലൊഴിക്കണം. അപ്പം ഞാൻ ഈ ഒരു വാട്ടി, അതായത് ഇതിലൊരു 200 ഗ്രാം ആട്ട ഉണ്ടായിരിക്കും. ഇത് ഞാൻ മൾട്ടിഗ്രെയിനാണ് എടുത്തുള്ളത്, ഗോതമ്പിൻ്റെ അതിലുണ്ടാക്കാം. പിന്നെ അത്ര തന്നെ പാൽ കൊടുത്തിട്ടുണ്ട്. പാലിതിലൊഴിക്കുക. പിന്നെ ഈ ആട്ട കുറച്ചായിട്ട് ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക. വെജിറ്റബിളെല്ലാം ചെറുതായി കട്ട് ചെയ്യണം, ചോപ്പ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടാൻ വലുതാക്കി ഇട്ടാൽ. അപ്പോൾ അതിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും, അത് തൂക്കം നോക്കണമെങ്കിൽ. പിന്നെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കാന്ത. പിന്നെ ബീൻസ് ഉണ്ട്, അതിൽ ഒരു 5 ബീൻസിനുള്ളത്. ഒരു ടൊമാറ്റോൻ്റെ പകുതി ഉണ്ട്. പിന്നെ ബീട്രൂട്ട് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ചീകിയത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഒരു പൊട്ടറ്റോ ചെറുത്, ഒരെണ്ണമില്ല, ഒരു 2 സ്പൂൺ ഉണ്ടാവും അത് ചീകിയത്. പിന്നെ കുറച്ച് മല്ലിത്തൈ ഉണ്ട്, ഒരു 2 സ്പൂൺ. പിന്നെ ഒരു 5-6 കറിവേപ്പില. അപ്പോൾ അതെല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഉണ്ട് ഒരു 4 എണ്ണം. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടണം. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടണം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് ബട്ടർ, അതല്ലെങ്കിൽ ചീസായാലും മതി. പിന്നെ കുറച്ച് കുക്കിംഗ് ഓയിൽ വേണം. ഇനി ഓരോന്നായിട്ട് ഇതിലിട്ട് മിക്സ് ആക്കാം. ഇത് ബീൻസ്, ക്യാരറ്റ്, കാന്ത, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. മല്ലിത്തൈ, പൊട്ടറ്റോ, ഇഞ്ചി. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവിട്ടാൽ മതി, കാരണം ഈ ബട്ടറിൽ ഉപ്പുള്ള ബട്ടറുണ്ടെങ്കിൽ അത് നോക്കിയിട്ടിട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടും. പിന്നെ ബീട്രൂട്ട് ഇടുക. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക്. ഉപ്പിടുക. ഇതൊരു 1/4 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇനി ബീട്രൂട്ട് വേണ്ടാന്ന് വെച്ചെങ്കിൽ ബീട്രൂട്ട് ഇടാതിരിക്കാം. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ. ഉപ്പ് നോക്കട്ടെ. കുറച്ചും കൂടി വേണം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലൊരു 2 സ്പൂൺ എണ്ണ ഒഴിക്കേണ്ടി വരും. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം, എണ്ണ ചൂടായതിന് ശേഷം ഇത് ഒഴിക്കുക. എന്നിട്ട് സ്ലോലി സിമ്മിൽ വെച്ചിട്ട് വേവിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡ് കരിഞ്ഞു പോകും.
അപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് ഇട്ട കാരണമാണ് ഈ കളർ ഇട്ടാൽ. നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ അത് ഇടണ്ട. അപ്പോൾ പിന്നെ ഒരു യെല്ലോ കളറായിട്ട് വരും ക്യാരറ്റിൻ്റെയൊക്കെ. ഇതിപ്പോൾ ബീട്രൂട്ട് ഇട്ട കാരണം അതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് അതിൻ്റെ കളറ്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒഴിക്കാം അതിലേക്ക്. കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചീസണെങ്കിൽ അതിങ്ങനെ ചീകിയിടാം. ഇതിങ്ങനെ ചീകാൻ പറ്റില്ല, ആ ഒട്ടി പിടിച്ചിരിക്കുന്ന ബട്ടർ. ഇതൊരു 30 ഗ്രാമോളം ഉണ്ട് ബട്ടർ. ഇങ്ങനെ ഉരുകുമ്പോൾ എല്ലായിടത്തേക്ക് ആയിക്കോളും. ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഇത് വയ്ക്കാം, ഒരു ലെയർ. ഇതിൻ്റെ മേലെയും കുറച്ചിട ബട്ടർ. മതി. ഇത് മൂടി വയ്ക്കുക, വളരെ സിമ്മായിട്ടുള്ള ഇതിൽ വയ്ക്കുക, സിമ്മിൽ വയ്ക്കുക. ഇതൊന്ന് മറിച്ചിടണം കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഞാനിത് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തിന് 2 സൈഡും ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ 2 എണ്ണം വലുതുണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് ശരിക്കും 4 എണ്ണം ഉണ്ടാക്കാം ചെറുതാണെങ്കിൽ. ഇത് ഞാൻ വലിയ പാൻ വെച്ച കാരണം അതിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ വെജിറ്റബിൾ ഉണ്ട്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം അടങ്ങിയതാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഒരേ പീസായിട്ട് എടുത്തിട്ട് കഴിക്കാം. ഉള്ളിലെ വെജിറ്റബിളും എല്ലാം വെന്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയാൽ പോലെ കഴിക്കണം. കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോഴെല്ലാം ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്താം. താങ്ക് യു.